അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. മൊബൈലിൽ തന്നെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് PICSART ആണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്താലേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് PICSART എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. രസമുള്ള സാധനമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി പണ്ടും കണ്ട് യൂസ് ചെയ്ത് ആദ്യം ആൻഡ്രോയിഡ് ഫോണുകൾ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ജിയോണിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമേ PICSART യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നീട് പോയി PICSART യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഫോട്ടോഷോപ്പ് ഗ്രാഫിക് ഡിസൈൻ ഒക്കെ അറിയാവുന്നവർക്ക് സിമ്പിളാണ് സംഭവം. നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. കുറച്ച് ഡിഫറൻസ് ഉള്ളൂ പക്ഷേ സംഭവം ഏകദേശം ഒന്ന് തന്നെയാണ് ഫോട്ടോഷോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ PICSART ഇൻസ്റ്റാൾ ചെയ്യുക. PICSART ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി നമ്മൾ ഈ കാണിക്കുന്ന കണക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഗൂഗിളിൽ ചെല്ലുക, PICSART എടുക്കുക, അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യുക. ട്രയൽ വെർഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ വേറെ വെർഷൻ ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കട്ടെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഫോട്ടോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ വേർഷൻ ഒന്ന് യൂസ് ചെയ്യാം. 3 ദിവസം എന്നാണ് ട്രയൽ പറഞ്ഞെങ്കിലും പക്ഷേ 3 ദിവസത്തേക്ക് കൂടുതലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയാണ് എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല ഫോട്ടോയാണ്, ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ദേ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ വേണ്ട ഫോട്ടോ നമ്മൾ സെലക്ഷൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ വേണ്ട ഫോട്ടോ ഓക്കെ പിക്ക് ചെയ്ത്. അപ്പോൾ ഈ ഫോട്ടോയാണ്. എങ്ങനെയുണ്ട്? ഫോട്ടോ കൊള്ളാവോ? ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഫോട്ടോ കൊള്ളാവോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഒന്ന് റൊട്ടേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, റൊട്ടേഷൻ ചെയ്തു. ഇങ്ങനെ വർക്ക് ചെയ്യാനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി, ഏറ്റവും എളുപ്പം. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ഒരു സിസറിൻ്റെ ഒരു ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ആ ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെ വേണ്ട സംഭവങ്ങൾ ഒന്ന് സൂം ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുണ്ടോ, ഇവിടെ ഒരു വര കണക്ക് കിടക്കണേ. അപ്പോൾ അത് സൈസ് നമുക്ക് നോക്കാം. സൈസ് ആദ്യം നമുക്ക് വേണ്ട സൈസിലെടുക്കുക. അപ്പോൾ ഈ ഒരു സൈസ് നമുക്ക് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. അതിന് ശേഷം ഇവിടുന്ന് ഈ റെഡ് വരയുണ്ടല്ലോ, അത് നമ്മുടെ ഔട്ടറിൽ കൂടെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. നമ്മുടെ ഔട്ടർ എവിടെയാണോ കിട്ടണേ അങ്ങനെ വരച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമൈസായിട്ട് ചെയ്യണോണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനുവലായിട്ട് ഒന്നുകൂടെ ഒന്ന് റീടച്ച് ചെയ്യണം. അതിന് ഈ ഡ്രോ ചെയ്യണ കണക്കത്തെ ഇത്. പിന്നെ ഫെദറും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രീതിയിൽ ഫെദറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സൈസ് ഒരു ചെറിയ സൈസ് മതി. ഇത് ബ്രഷ് സൈസാട്ടാ. അപ്പോൾ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കണ്ട ഇങ്ങനെ വരച്ചെടുക്കാം. റെഡ് ആവാത്ത സ്ഥലങ്ങൾ ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുക. നമ്മൾ തൊട്ട് പിടിക്കണമായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്കിവിടെ ബാക്കിലേക്ക് പോയി അടിക്കാനും സുഖമുണ്ട്. ഇല്ലെങ്കിൽ ഒറ്റയടിക്കുക ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്കുക എല്ലാം ക്ലിയർ ആയി പോകും. അതുകൊണ്ട് തൊട്ട് നമ്മൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പറഞ്ഞായിരിക്കും നല്ലത്. ജസ്റ്റ് പിക്ക് ചെയ്ത് വിടുക. ഇല്ലെങ്കിൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്കുന്നത് കണ്ടോ, അത് മൊത്തം സെലക്ഷൻ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ ചെയ്ത കണക്ക് ഈ സൈഡും ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ ഇത് ക്ലിയർ ചെയ്തു. അപ്പോൾ അറിയാതെ ഇവിടെയൊക്കെ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇനി ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാണ്ട്. അപ്പോൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറേസ് ടൂളിൽ ഡ്രോ ടൂൾ ആദ്യം എടുത്തിട്ട് ഇറേസ് ചെയ്യണം. ഡ്രോ ടൂളിലാണ് ഇറേസ് കിടക്കുന്നത്. അപ്പോൾ ഡ്രോ ടൂൾ എടുക്കുക. അപ്പോൾ ഡ്രോ ടൂൾ എടുത്തു. ഓക്കെ, ഡ്രോ ടൂൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ നേരത്തെ കണക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം ഇവിടെ ലെയർ എടുക്കുക. ഇത് ലെയറാണ്. ലെയർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ലെയർ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ലെയർ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ ലെയർ സെലക്ട് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റുള്ള ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇറേസറിന് ഫെദർ യൂസ് ചെയ്യാം.
ഫെദർ യൂസ് ചെയ്ത് ഫെദർ ടൂൾ, അതായത് ഫെദറിങ് ഉള്ള സംഭവം. ഫെദറിങ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കട്ടി വരാണ്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഫെദർ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഫെദർ ഇത് കണ്ടോ, ഫെദർ വന്നേക്കുന്നുണ്ട് ഒരു കട്ടിയില്ലാത്ത രീതി. ഇതിപ്പോൾ കട്ടിയുള്ളൊരു പോയിൻ്റാണ്, ഇത് കട്ടി കൂട്ടണുണ്ട് ഫെദർ ടൈപ്പ്, അതാണ് ഫെദർ. അപ്പം ഇത് കുറച്ച് മതി. കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്കൊരു 50, 59, 44 ആ റേഞ്ച് ഇടാം. സെറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുക. ഓക്കെ, നമ്മളൊന്ന് ഒരു ലെയറും കൂടെ ഇതാക്കുക. എന്നിട്ട് എംറ്റി ലെയർ കൊടുക്കുക. ഒന്നുകൂടെ താഴത്തേക്ക് എടുത്തിടുക. അവിടെ നമുക്ക് കളറ് ഒരു റെഡ് ഫില്ല് ചെയ്ത് കളയാം. റെഡ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡാർക്കാണെങ്കിൽ അറിയാൻ പാടാണ്. റെഡ് ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സീനില്ല. ഡാർക്കാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. കൈയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഡിലേക്ക് നമ്മൾ ബ്ലാക്ക് മാറ്റി റെഡിലേക്ക് ആക്കി എന്നിട്ട് ടച്ച് ചെയ്യുക. ഓക്കെ, ഏകദേശം എലമെൻ്റൊക്കെ ഏകദേശം ക്ലിയർ ആക്കി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കളറ് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. ഒരു ലെയറും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണം, അപ്പോൾ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യാം. എംറ്റി ലെയർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വൈറ്റ് ഫില്ല് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ സാധനം ഈ ലെയർ മുകളിലേക്ക് ഇടുക. ദെൻ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക. ഈ ഒരു ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പം ഒരു സംഭവം ഡ്രോ ചെയ്യാണ്ട്, ഒരു ആംഗിൾ ഡ്രോ ചെയ്യാണ്ട്. ഈ ഒരു ആംഗിളാണ് ഡ്രോ ചെയ്യുന്നത്. ഇത് സ്ട്രോക്ക് മാത്രമേ ഇപ്പോൾ വന്നതുള്ളൂ. അപ്പോൾ ഇനി ഇത് ഫില്ലാക്കുക. അപ്പോൾ ഇങ്ങനെ ഫില്ലായി. അപ്പോൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ദെൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു കുറച്ച് ടൂളുകളുണ്ട്, നമ്മളിങ്ങനെ ഇതാക്കുക. ശേഷം ഈ പിക്ക് ലെയർ, ഒബ്ജക്റ്റ് ലെയർ മുകളിലേക്ക് ഇടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചു. എന്നിട്ട് ഒന്ന് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഇത് ജസ്റ്റ് ഒന്നുകൂടി ട്രാൻസ്ഫോം ചെയ്തൊന്ന് ശരിയാക്കി വെക്കാൻ. ശേഷം ഇതൊന്ന് സൂം ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ലെയർ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇറേസർ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഷേപ്പിൽ വന്നിട്ട് സാധാരണ ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത് മാസ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് മാസ്കിങ്. അതായത് നമ്മൾ ബോക്സിൻ്റെ രീതിയിൽ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് മാസ്കായി മറഞ്ഞു പോകും. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് കുറച്ച് കട്ടായേക്കണ സാധനങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒപ്പാസിറ്റി ഈ ഒബ്ജക്റ്റിൻ്റെ കൂട്ടുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇറേസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുക. ഫൈനലായി നമുക്ക് ചെയ്യേണ്ട കാര്യം, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ജസ്റ്റ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. ഇനി ഇവിടെ ഓക്കെ കൊടുക്കുക. ദെൻ വന്നിട്ട് ടൂൾ എടുത്തിട്ട് സ്ട്രെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സ്ട്രെച്ച് കൊടുത്തിട്ട് വാപ്പ് സൈസ് നമുക്കിത് ഈ ഒരു ലെവലിൽ മതിയാവും. എന്നിട്ട് പവർ ഫുള്ളാക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, താഴോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാം. അപ്പം ഇനി വാപ്പ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് വാപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വലിക്കുക. സ്പീഡ് കുറച്ച് വലിക്കുക കേട്ടോ. ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എഫക്ട്സിലേക്ക് വരിക. ഇവിടെ ആർട്ടിസ്റ്റിക്കിൽ ഷിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക.
എന്നിട്ട് അവിടുത്തെ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ടാമത് കാണുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സൈസ് ആംഗിൾ ആദ്യം നമ്മളൊരു 90 ഡിഗ്രിയിലേക്ക് വയ്ക്കുക. 90യിലേക്ക് വയ്ക്കുക. ഓക്കെ, 90യിലേക്ക് വെച്ചു. അതിനുശേഷം സൈസ് ഫുള്ളാക്കുക. ഓക്കെ, സൈസ് ഫുള്ളാക്കി. ഇതേ ഇവിടെ ഈ റേസറിൻ്റെ ഒരു ഇത് എടുപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കൊടുക്കുക. എന്നിട്ട് ഇനി ഡ്രോ ചെയ്യുക. ഇത് ഇവിടെ ഇങ്ങനെ വേണ്ട സ്ഥലം മാത്രം നമുക്ക് ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇത് ഓക്കെ കൊടുക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. ഒരു നല്ലൊരു ഫോട്ടോ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സംഭവം കിടുവാണോ, കൊള്ളൂലേ, 10 വെച്ചിക്കില്ലേ എന്നുള്ളൊക്കെ കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് നമ്മുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് റൂമിലുള്ള ചെറിയൊരു കറപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ ലൈറ്റ് റൂം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് റൂം ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് പിക്ക് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ലൈറ്റിങ് കാര്യങ്ങൾ എക്സ്പോഷറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് കോൺട്രാസ്റ്റ് ചേഞ്ച് ചെയ്യുക, ഹൈലൈറ്റ്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട് ഫോട്ടോ, പിക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ പിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ സംഭവം എങ്ങനെയുണ്ട്? സംഭവം കിടുമല്ലേ? സംഭവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇതുപോലത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അനിശ്ചിത നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്നാലേ നമ്മുടെ ചാനലുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലത്തെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ നമുക്ക് വിട പറയുകയാണ്. സൈനിങ് ഓഫ് ടുഡേ ടെക്.